അങ്ങേ ഇഷ്ടമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 17-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. 17-ാമത്തെ സങ്കീർത്തനം റോയി വായിക്കും. 17-ാമത്തെ സങ്കീർത്തനം. ചെറിയ ആവർത്തിക്കാവുന്ന വാക്കുകളായിട്ട് കേട്ടോ. പിള്ളേരും വായിക്കണം കേട്ടോ. പറയുന്നത് ഏറ്റു പറയണം കേട്ടോ. പറഞ്ഞു. യഹോവേ ന്യായത്തെ കേൾക്കണമേ. യഹോവേ ന്യായത്തെ കേൾക്കണമേ. എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു. രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു. വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവരിപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. സ്തോത്രം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ. പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. വാഴ്ത്തുക നീ മനമേ എൻ ഹരനെ. വാഴ്ത്തുക നീ മനമേ എൻ ഹരനെ. വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നൗവ്യമാക്കുന്നു നിൻ യൗവനമിന്ന്.
വാഴ്ത്തുക നീ മനമേ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ പരനെ വാഴ്ത്തുക നീ മനമേ. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവെ എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാൻ നേരത്തെ ചെയ്ത കർത്താവ് ഞങ്ങളെ കർത്താവെ ആരാധനയ്ക്ക് വേണ്ടി കൂട്ടിവരുത്തിയ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ ഭവനമായ ഇന്ത്യ ജിസ്നേം ബന്ധുക്കോസ് സഭയുടെ ഭാഗമായി ഞങ്ങളിവിടെ ആയിരിക്കുന്നത് കർത്താവ് ഓർക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവിന്റെ പക്കലുണ്ട്. പെട്ടകത്തുള്ള ജനത്തെ ഓർത്ത ദൈവം ഞങ്ങളെ ഓർക്കണം, ആരാധനയിൽ പ്രസാദിക്കണം. ഞങ്ങൾക്ക് ഇതിനാൽ വലിയൊരു വിടുതലും ആശ്വാസവും സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചെരുമാറാകണം. കർത്താവിന്റെ സാന്നിധ്യം സമ്പൂർണ്ണമായി ഞങ്ങൾ അനുഭവിക്കട്ടെ. വിടുതലായി ഞങ്ങളുടെ ഈ ആരാധന പരിണമിപ്പിക്കാൻ കർത്താവ് പ്രസാദിക്കണം. കർത്താവ് വായിച്ച സങ്കീർത്തനായി സ്തോത്രം. അതിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ദൈവമേ നൽകി തരുവാൻ പ്രസാദിക്കുമാറാകണം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ക്രിസ്തുവേശുവിനുമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. അനുഗ്രഹിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മളിന്ന് ഒരു അന്യദേശത്താണ്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും ദുഷ്ടന്റെ കീഴിലുള്ള, അവന്റെ കീഴിലുള്ള ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ ഈ ദേശവും ഭരിക്കാനും ഒരു ദുഷ്ടനുണ്ട്. ആ ദുഷ്ടന് ഒരു നാമമുണ്ട്. ആ ദുഷ്ടന് ഒരു സ്വഭാവമുണ്ട്. ആ നാമവും സ്വഭാവമുള്ള മക്കൾ അവന് ഈ ദേശത്തുണ്ട്. അതുകൊണ്ട് ഒരു ആരാധന ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായി നമ്മൾ വെളുപ്പിനൊക്കെ ഒച്ച കേട്ടു. സ്വാഭാവികമായി നമ്മളിവിടെ ദേശത്തോട് ചേർന്ന് ആരാധിക്കാൻ സാധ്യമല്ല. കാരണം ദേശത്തിനൊരു വ്യാപാരമുണ്ട്. ആ വ്യാപാരത്തിൽ ഉൾപ്പെട്ടാൽ അതിൻ്റെ ആരാധനാ മൂർത്തിയെയാണ് ആരാധിക്കേണ്ടത്. എന്നാൽ അതിൽ നിന്ന് വേർപെട്ട് ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് വചനത്തിലുള്ളതുപോലെ ഏകസത്യ ദൈവം തന്റെ നാമത്തിനു വേണ്ടി വേർതിരിച്ച ജനം ആരാധിക്കാനായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ദേശാധികാരത്തിന്റെ സ്വാധീനം ഇല്ല. അതിന് ലോകത്തെ ജയിച്ച കർത്താവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അവന്റെ ശക്തി നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ പാതാള ഭോഗങ്ങൾ ജയിക്കാത്ത ഒരു നാമം ഇന്ന് കർത്താവിന്റെ സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ശത്രു ഒരു കാരണവശാലും ഇവിടെ പ്രവേശിക്കാതെ വേണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിങ്കൽ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നതുകൊണ്ട്, അതിന് നമുക്ക് അവകാശമുള്ളതുകൊണ്ട്, ആ കർത്താവിന്റെ വന്യമായ നാമത്തെ നാം ധരിച്ചിട്ടുള്ളതുകൊണ്ട്, അതിൽ നമ്മൾ ആശ്രയിക്കുന്നതുകൊണ്ട് ഇന്ന് നമ്മെ രക്ഷിപ്പാൻ കർത്താവ് പ്രാപ്തനായി ഇവിടെ ഉണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുളവാക്കുന്ന ഒന്നാണ് അവൻ ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ കർത്താവ് തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് അറിയുന്നു. രണ്ടാമതുള്ള സന്തോഷമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവത്തിന് സന്തോഷമാണ് അല്ലെങ്കിൽ പ്രസാദമാണ് എന്ന് അറിയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു കൊള്ളണം. ഒന്ന്, കർത്താവ് എന്നോടൊപ്പം ഉണ്ടോ? രണ്ട്, ഞാൻ ചെയ്യുന്നത് അവന് പ്രസാദമാകുന്നുവോ? ഞാൻ പറഞ്ഞതിന്റെ സാരം
കഴിഞ്ഞ ദിവസം കർത്താവ് ആലോചനയുണ്ടായിരുന്നു. ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ദൈവത്തിന്റെ സഭ മുഖാന്തരം നടക്കുന്നുണ്ട്. അതെങ്ങനെ എന്തെന്ന് കേട്ടപ്പോൾ, ചിന്തിച്ചപ്പോൾ വളരെ അതിശയമുണ്ടായി. അതുകൊണ്ട് ഇന്നിവിടെ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ വലിയൊരു സന്തോഷവും ആശ്വാസവും അതിനെ സംബന്ധിച്ചുണ്ടാകാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്രയാകുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം ഇവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഡേറ്റിൽ തന്നെ ഞങ്ങൾ പോകാൻ ചിന്തിച്ച് സംസാരിക്കാനിടയായി തീർന്നു. എന്തുമാകട്ടെ, എവിടെയായിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം എന്നോടുകൂടെ ഉണ്ടോ, ദൈവമേ ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമാണോ, ഇത് രണ്ടും നമ്മൾ നിശ്ചയം പ്രാപിച്ചാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമായി നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ആ പ്രവൃത്തി സാധ്യമാക്കി തരുവാൻ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളൊന്ന് വായിച്ചു കേട്ടത് 17-ാം സങ്കീർത്തനമാണ്. 17-ാം സങ്കീർത്തനം ആരെഴുതി എന്നുള്ള ചോദ്യത്തിന് ദാവീദിന്റെ ഒരു പ്രാർത്ഥന എന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ. ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ആ ദാവീദിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: യഹോവേ, പ്രാർത്ഥന കേൾക്കണമേ, കപടമില്ലാത്ത അധരങ്ങൾ എന്നുള്ള പ്രാർത്ഥനയെ നീ ചെവിക്കൊള്ളണമേ. കപടമില്ലാത്ത പ്രാർത്ഥന, അതെന്താണ് ആ കപടമില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ സാരം? ദാവീദ് പറയുകയാണ്, രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ഹൃദയത്തിലൊരു ഉദ്ദേശം, അധരം കൊണ്ടുള്ള പ്രാർത്ഥന ഒന്ന്, അത് ദൈവം ഒരിക്കലും അംഗീകരിക്കാത്തതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, എൻ്റെ ആഗ്രഹം വേറെയാണ്. അങ്ങനെയല്ല, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ എൻ്റെ വാഗുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യും. അതാണ് കപടമില്ല. കപടം പാടില്ല. കപടം അനവധി തരത്തിലുണ്ട്. ദൈവം മനുഷ്യനെ രക്ഷിക്കുന്ന വിധവും, ഒരാള് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സംശയമില്ലാതെ അറിയാവുന്ന ഒരു കാര്യമാണ്. അവനെന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. അപ്പോൾ ആഴമുള്ള കുഴിയായിരുന്നു. ആഴമുള്ള കുഴിയെ സംബന്ധിച്ച് രണ്ട് കുഴിയുണ്ട്. ഒന്ന് അഗാധകൂപം, അതായത് ആഴമുള്ള കുഴി. ഒന്ന് ആഴം അതിനേക്കാൾ ഇച്ചിരി കുറവാണ്. പഴയ നിയമ വിശുദ്ധന്മാർ പോയത് അബ്രഹാമിന്റെ മടിയിലേക്കാണ്. ഒരു കൂട്ടർ പോയതോ ആഴമുള്ള കുഴിയിലേക്കാണ്. അഗാധം, ബോട്ടംലെസ് പിറ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അഗാധമാണ്. അതിലേക്കായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാളുടെ മരണത്തെക്കുറിച്ചും തുടർന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അത്രയധികം വേദനയുണ്ടായി. കാരണം 1993, 94, 95 ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങി. ഒരു ഭവനത്തിൽ 1, 2, 2.5 മണിക്കൂറുകളൊക്കെ ഇരുന്ന് സുവിശേഷം പറഞ്ഞ് ട്രാക്ട് കൊടുത്തു. ദിവസം മുഴുവനും അനേകം നാളുകൾ അധ്വാനിച്ചതാണ്.
ഞങ്ങളുടെ കൂടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരുന്നതാണ്. കർത്താവിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് അത്രയേറെ അധ്വാനിച്ചതാണ്. ഇതെല്ലാം ഒരു അർത്ഥമില്ലാതായി പോയോ? ദൈവമേ, ഒരർത്ഥമില്ലാതായി പോയോ? കാരണം അദ്ദേഹം വീഴ്ചയിലായപ്പോ ഞങ്ങളുമായിട്ട് അതിനു മുമ്പേ അകന്നിരുന്നു. വീഴ്ചയിലായി മകന്റെ സ്വാധീനത്തിലുള്ള ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മകൻ പറയുന്നത് കേൾക്കേണ്ടി വന്നു. അന്ന് കൂടെ കൊണ്ടുവരുന്നവരാരുമില്ല. പള്ളിയിൽ നിന്ന് അവരുടെ ആ ജാതീയ മാർഗത്തിലുള്ള പുരോഹിതന്മാർ വന്നു. തൈലം പൂശിയെന്നോ അന്ത്യകർമ്മം നടത്തിയെന്നോ തുടർന്ന് ശേഷക്രിയകൾ നടത്തുന്നെന്നോ ഒക്കെ പറയുമ്പോൾ എങ്ങനെ നമ്മൾ സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കും? ഓർക്കണം, അന്ന് തന്നെ വാർദ്ധക്യമുള്ള ആ സമയത്ത് 21 ദിവസം ഉപവാസപ്രാർത്ഥന ഞങ്ങളത് പൂർത്തിയാക്കി. എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതെയായിപ്പോയി. വചനം പറയുന്നത്, നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആര് നിൽക്കുന്നു? ആർക്ക് നിൽക്കാൻ കഴിയും? ഇപ്പോൾ നമ്മൾ കാല് പഴച്ചാൽ ദൈവത്തെ മറക്കുന്ന ജാതികൾ എങ്ങോട്ട് തിരിയും? ദൈവത്തെ മറക്കുന്ന ജീവിതങ്ങൾ പാതാളത്തിലേക്ക് തിരിയും. അതുകൊണ്ടാണ് എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഇബ്രാഹിലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ്, ആകെ നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടാകും. മറന്നുപോകരുത്, കേട്ടത് മറന്നുപോകരുത്. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കും. ഒരിക്കലും മറക്കാൻ പാടില്ല, ഒരിക്കലും. 4 കാര്യങ്ങൾ: ആദ്യം കേട്ടത്, ആദ്യ വിശ്വാസം, ആദ്യത്തെ സ്നേഹം, ആദ്യത്തെ പ്രവൃത്തി, ആദ്യത്തെ അനുഭവവും 5ാമത്തെ ഒന്നും കൂടി ഉണ്ട്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല, ഒരിക്കലും. അതാ ദൈവം എപ്പോഴും നോക്കുന്നത്. ഇത് മറന്നാൽ ആ മറക്കുന്ന സമയത്ത് തന്നെ ഒരാള് യാത്ര ചെയ്ത് അത്യാവശ്യമായിട്ട് പോവുക, വണ്ടി ഇത്രയും ഇല്ലാത്തൊരു സമയമാണ്, ഉടുത്തൊരുങ്ങി വളരെ നല്ല വസ്ത്രം ധരിച്ച് യാത്രയാകുന്ന സമയത്ത് ഏകദേശം യാത്രയുടെ പകുതി മുക്കാലുമായി. ആ പകുതി ഒരു കയറ്റവും കൂടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലമാണ്. ആ ഇറക്കമായപ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹം തന്റെ പോക്കറ്റ് തപ്പി നോക്കി. എന്തോ പുള്ളിക്ക് പെട്ടെന്ന് ഞെട്ടലുണ്ടായി. അവിടെ നിന്ന് വളരെ അല്പസമയം നിന്നതിന് ശേഷം നേരെ വന്ന വഴിക്ക് തിരിയുക. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്തിനു വേണ്ടി പോകുന്നുവോ ആ പോകുന്ന ലക്ഷ്യത്തിൽ എത്തുമ്പോൾ ആവശ്യമുള്ള എന്തോ കാര്യം മറന്നുപോയി. അതെടുക്കാതെ പോയിട്ട് കാര്യമില്ല, അവിടെ നിന്ന് തിരിക്കുക. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തെ മറക്കുന്നവർ എങ്ങോട്ട് തിരിയും? പാതാളത്തിലേക്ക് തിരിയും. ദൈവത്തെ മറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താനുസ്തോത്രം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് മറക്കാൻ പാടില്ല, കേട്ടത് മറക്കാൻ പാടില്ല, പ്രാപിച്ചത് മറക്കാൻ പാടില്ല, ആദ്യ സ്നേഹം മറക്കാൻ പാടില്ല, ആദ്യത്തെ പ്രവൃത്തി മറക്കാൻ പാടില്ല, ആദ്യത്തെ വിശ്വാസം മറക്കാൻ പാടില്ല. അത് കർത്താവ് പറഞ്ഞു. 78-ാം സങ്കീർത്തനം 41-ാം വാക്യം പറയുന്നത് എന്താ? 78-ാം സങ്കീർത്തനം 41-ാം വാക്യം, എല്ലാ കാര്യങ്ങളും ഭംഗിയായി മന്ന ഭക്ഷിച്ചു, കാടപ്പക്ഷി ഭക്ഷിച്ചു, പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു, സന്തോഷം എല്ലാം അനുഭവിച്ചു. പക്ഷേ ഒരു കാര്യം എന്ത് ചെയ്തു എന്ന് വായിച്ചേ. കർത്താവ് മറന്നുപോയി.
ഏത് ദിവസം? വെടിവെച്ച ഒരു ദിവസം. ഒരു ഇസ്രായേലിന്, ഒരു വിശ്വാസിക്ക് ആയുഷ്കാലത്ത് മറക്കാൻ പാടില്ലാത്തൊരു കാര്യം. മറക്കാൻ പാടില്ല. ഞാൻ കേട്ടത്, ആ സുവിശേഷം കേട്ട് ഞാൻ തിരിഞ്ഞത്, അന്നുണ്ടായ ആ പ്രവൃത്തി, സക്കായിയെ പോലെ ഇതാ എനിക്കുള്ളതിൽ എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്കും, ആരോടെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി പകരം കൊടുക്കും. ആദ്യത്തെ പ്രവൃത്തിയാണ്. ആദ്യത്തെ സ്നേഹമാണ്. ആദ്യം പ്രാപിച്ചതാണ്. പക്ഷെ ആ ദിവസം എന്ത് ചെയ്തില്ല? അവർ ഓർത്തില്ല, മറന്നുപോയി. മറക്കുന്നതോടുകൂടി അവർ പാതാളത്തിലേക്ക് തിരിഞ്ഞു. അവരുടെ യാത്ര കനാൻ ദേശത്തേക്ക് പോകാതെ അവർ പാതാളത്തിലേക്ക്, അതായത് മിസ്രൈമിലേക്ക് യാത്ര തിരിക്കാനിടയായിരുന്നു. ഇതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മളൊന്ന് ഗ്രഹിക്കുന്ന കാര്യം. ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. കാരണം അത്ര ആഴമുള്ള കുഴിയിൽ നിന്നാണ് കർത്താവ് നമ്മെ കയറ്റിയത്. അത്ര ആഴമുള്ള കുഴിയിൽ നിന്നാണ്. അതൊരിക്കലും തന്റെ ജീവിതത്തിൽ മറന്നുപോകാൻ പാടില്ല. അത് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. എന്താണ് കർത്താവ് ചെയ്തത്? ഏലിയാവ് തന്റെ പുതപ്പ് എലീശയുടെ മേൽ ഇട്ടപ്പോ എല്ലാം വിട്ട് അവന് പിന്നാലെ ഓടി. അത് പുതപ്പിന്റെ ശക്തിയാണ്. പിന്നീട് ഓർമ്മ വന്നു, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെ ഒന്ന് ചുംബിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ പോയിക്കോ, ഇപ്പൊ നീ പറഞ്ഞതുപോലെ മാതാപിതാക്കളോടൊന്ന് സംസാരിച്ചിട്ട് വരണം, വീട്ടിലൊന്ന് പോയിട്ട് വരണം, കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വരണം എന്നുള്ളതൊക്കെ ചെയ്തു തന്നെയാണ്. അതൊക്കെ സാധാരണ മനുഷ്യനുള്ളത് തന്നെയാണ്. പക്ഷേ ഞാൻ നിനക്ക് ചെയ്തതെന്തെന്ന് നീ ഓർത്തോ. ഒരിക്കലും മറന്നു പോകരുത്. ഒരിക്കലും മറന്നു പോകരുത്. കാരണം അത് മറന്നാൽ ഈ ഓട്ടം തീർന്നു. അത് മറന്നാൽ ഈ ഓട്ടം തീർന്നു. എത്രയോ പേർ കർത്താവിന് സ്തോത്രം. അക്കാര്യത്തിൽ വളരെ ദുഃഖം, വളരെ പ്രയാസം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. ദൈവമേ, അതുകൊണ്ട് വചനം പറയുന്നത് ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്നു ദൈവത്താൽ അത്രയും സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് പൂർത്തിയാക്കും. കർത്താവിനാലല്ലാതെ ഇത് പൂർത്തിയാക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു മനുഷ്യനും സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിൽക്കുന്നു തോന്നുവാൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മൾ കേട്ടത് കപടമില്ലാത്ത ഒരു ജീവിതം. ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് വരുമ്പോഴും വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും 2 ഘട്ടങ്ങളാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് രക്ഷയിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തത് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ. മനുഷ്യനാണ്, വീഴ്ചയുണ്ടാകും. അത് ഈ ലോകത്തിൽ ഒരു നമ്മൾ അറിയപ്പെടാത്ത ഒരു വ്യംഗ്യമായ ഒരു നിയമമാണത്. കർത്താവ് ഒരാളെ നോക്കുമ്പോഴത്തേക്കും എന്തിനാ നമ്മളെ വിളിച്ചേ? ഇത്രയും പേര് ഈ ലോകത്തിലുണ്ടായിരുന്നിട്ട് നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക്, വെട്ടിയെടുത്ത തീക്കൽ പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനാ പറഞ്ഞു. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. കാരണം നിന്നെ മാത്രം വെട്ടിയെടുത്തു, തൊട്ടപ്പുറത്ത് കല്ലിരിപ്പുണ്ട്. നിന്നേക്കാൾ ശ്രേഷ്ഠമായ കല്ലപ്പുറത്തിരിപ്പുണ്ട്. എത്രയോ മാന്യതയുള്ളവര്, അറിവുള്ളവര്. പക്ഷെ നിന്നെ മാത്രം എടുത്തതിന് വേണ്ടിയിട്ടാണ്. ഈ ലോക സമുദ്രത്തിൽ നിന്ന് ദൈവം ഒരാളെ ഇത് എന്റേതെന്ന് പറഞ്ഞെടുക്കുമ്പോൾ അതിന്റെ വ്യവസ്ഥ എന്താ? അപ്പോൾ ഈ ദേശത്ത് ഈ ജാതി ആരാധന നടക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിന്ന് ഒരാളെ കർത്താവ് ആരാധിക്കാൻ വിളിക്കുക. എന്നെ ആരാധിപ്പാൻ നീ വാ എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ അതിന്റെ വ്യവസ്ഥ എന്താ? ശത്രുവപ്പം ചോദിക്കും, കർത്താവേ, ഇത്രയും പേരുണ്ടായിട്ട് നീ നിന്നെ മാത്രം ഒരാളെ വിളിച്ചോട്ട് പോകുന്ന കാര്യം എന്താ?
നീ എന്തിനാ ഒരാളെ മാത്രം വിളിക്കുന്നത്? വേറെ ആരും വിളിക്കാതെ അവനെ മാത്രം പക്ഷപാതം കാണിക്കാൻ കൊള്ളാവോ? അപ്പൊ കർത്താവ് പറയുന്ന ന്യായം എന്താ? അവൻ എന്റെ ജനം. രണ്ടാമത്തത് കപടം കാണിക്കാത്ത, കപടം കാണിക്കില്ല അവൻ. നിനക്കറിയാവോ, ശത്രുവിനോട് അവനിൽ എന്തില്ല? കപടം കാണിക്കാത്തവനാ. യെശയ്യാപ്രവചനം 63-ാം അധ്യായം. എല്ലാവർക്കും അറിയാവുന്ന വിചാരിച്ചിട്ടാ എല്ലാം എടുക്കാതാകെ പോകുന്നത്. അറുപത്തിമൂന്നിന്റെ 8. കർത്താവ് ഒരാൾ രക്ഷയിലേക്ക് വരുമ്പോഴത്തേക്കും കർത്താവ് പറയുന്ന വാക്കുതാ. ഒരിക്കൽ എന്റെ അടുത്ത് വന്നിച്ച് കർത്താവ് എന്റെ പുസ്തകം എന്റെ പുറത്ത് വെച്ച് എന്റെ മേൽ വെച്ചതിന് ശേഷം പറഞ്ഞു, കപടമുണ്ടെന്നോ? കപടമുണ്ടെന്നോ? കർത്താവേ, ശരിയാ, എത്ര നോക്കിയാലും തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കാര്യം. കപടം ഇന്നല്ലെങ്കിൽ നാളെ ഈ കപടം തീർക്കാം എന്നുള്ള ഗ്യാരണ്ടി ഇല്ലാത്തവനൊന്നും വിളിക്കില്ല. ലോകത്തിന്റെ വഴിയിൽ നിന്ന് കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് തള്ളിക്കളയില്ല. അതങ്ങനെ വരുന്നവർ, യൂദയെ പോലെ വരുന്നവരുണ്ട്. പക്ഷെ കർത്താവ് ഒരാളെ പേര് ചൊല്ലി വിളിച്ച് ചെന്നെടുക്കുമ്പോ സാധാരണ പറയും, കർത്താവ് അവന് മാത്രം എത്ര പേരുണ്ട്, അവന് മാത്രം എടുത്ത എന്താ? അപ്പൊ കർത്താവ് പറഞ്ഞ ന്യായമാണ്, നമ്മൾ മനസ്സിൽ ഓർമ്മ വെച്ചോളണം. എന്താ? അവൻ എന്റെ ജനമാണ്. രണ്ടാമത് കപടം കാണിക്കാത്തവൻ. കർത്താവിന് അഭിമാനമാണ്. കോടിക്കണക്കിന് ജനം വിശ്വാസികളായിട്ടുണ്ടെങ്കിലും ദൈവത്തിന് മുമ്പാകെ ദൈവം അഭിമാനിക്കുന്ന ഒരു കൂട്ടമാണ്. ബാക്കിയുള്ളവരെ പോലെ അല്ല അവൻ. നീ എന്റെ നീ യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെന്ന് പറഞ്ഞാൽ എന്താ? കപടത്തിന്റെ വിപരീതമാണ് നേര്. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? നേരുള്ളവനായി സൃഷ്ടിച്ചു. എന്തുകൊണ്ടാ നേരുള്ളവനായി സൃഷ്ടിച്ചത്? ദൈവം നേരുള്ളവനാണ്. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികളില്ല. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തെ പോലെയാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. കപടമില്ല, നേരുള്ളവൻ. ഒരാളെ സാക്ഷ്യം കൽപ്പിക്കണമെങ്കിൽ നമ്മൾ സന്ദർഭം പറഞ്ഞു. ഒന്നാമത് രക്ഷിക്കാൻ നേരത്തെ ചോദിക്കും, കർത്താവെ എന്തിനാ അവന്റെ കയ്യിലിരിപ്പ് കണ്ടോ? എന്തെല്ലാം അവൻ യാക്കോബിന് വേറെ ആരെയും വിളിച്ചില്ല. അവനേക്കാൾ എത്ര പേരായശാവും? ഇനി അവന് പറയാൻ പറ്റുമോ കപടം കാണിക്കാത്തവനാണ്? തക്ക സമയത്തെ പറയുള്ളൂ നോണ. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയമായിരിക്കും. അനുഗ്രഹം മേടിക്കാൻ നേരത്ത് എന്റെ പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പേര് ഏശാവ് എന്നല്ല പറഞ്ഞേ. പിന്നെ ഞാൻ നിന്റെ ആദ്യാതന ഏശാവാ. ഈ നുണ പറയുമ്പോഴത്തേക്ക് പ്രത്യേകത അച്ഛ വിശദീകരിച്ചു പറയും. ഞാൻ നിന്റെ ആദ്യാതനായ ഏശാവ്. നുണ പറയാൻ ഒരു വഴിയില്ല. അത്രയേറെ കപടം കാണിച്ചവനാ. പക്ഷെ കർത്താവ് പറയുന്ന വാക്കെന്താണെന്നറിയാം. എന്താ? ഇവനെ ആക്കിയെടുക്കാം. എങ്ങനെ? നാളെ നേരുള്ളവനാക്കിയെടുക്കാം. നാളെ നേരുള്ളവനാക്കിയെടുക്കാം. കാരണം അതിന് വേറൊരു ഭാഷകളുണ്ട്. ഇവനെ സാക്ഷാൽ ഇസ്രായേലിനാക്കിയെടുക്കാം. ഇസ്രായേലിന്റെ പ്രത്യേകതയാണ് നേരുള്ളവൻ, അല്ല കപടമില്ലാത്തവൻ, നിർമ്മലൻ, ദൈവത്തിന്റെ പൈതല്, ദൈവത്തെ മനുഷ്യരെയും മല്ലുപിടിച്ച് ജയിക്കുന്നവൻ. ഇന്നിപ്പോ നീ പറയുന്നത് കേൾക്കണ്ട, ശരിയാ, അവൻ പറഞ്ഞ അനുഗ്രഹം മേടിച്ചെന്നുള്ളത് ചെയ്ത് തന്നെയാണ്. പക്ഷെ അവൻ നാളെ ആരാ? ഇസ്രായേലിനാ. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുക്കൽ മദനയിൽ വരുമ്പോ പറയുകയാണ്, ഇതാ വരുന്നു ആര്? സാക്ഷാൽ ഇസ്രായേലിൻ. കാരണം അവനിൽ എന്തില്ല? ഹല്ലേലൂയ.
അവനിൽ കപടമില്ല, നേരുള്ളവനാണ് ആ വരുന്നവൻ. ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ആക്കി തീർക്കാം എന്നുള്ള ആശയം മാത്രമേ വിളിച്ചിട്ടുള്ളത്. അല്ലാതെ കപടം വെച്ചിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കണം. ഒരു മനുഷ്യനും കപടം വെച്ച് മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല. കർത്താവ് അടങ്ങിയിരിക്കുന്നത് പുറത്തു കൊണ്ടുപോയി. ദാവീദ് രാജാവ് ഒരിക്കൽ ഇരിക്കുക. ദാവീദ് ഇങ്ങനെ ഇരിക്കുമ്പോ ദാവീദ് ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു പിഴവ് ചെയ്തു. അത് മക്കളെ ബാധിച്ചു. അമ്നോൻ സഹോദരിയോട് ദോഷം ചെയ്തു. അമ്നോനോട് ലക്ഷ്യം വെച്ച് പക വെച്ച് അബ്ശാലോം അമ്നോനെ കൊന്നു. വലിയ സങ്കടവും നിലവിളിയൊക്കെ ഉണ്ടായി. നാളുകൾ കഴിഞ്ഞുപോയി. ഏത് ദുഃഖത്തിനൊരു പരിധിയുണ്ടല്ലോ. സഹോദരനെ കൊന്നു. സഹോദരനെ കൊന്നെന്ന് പറഞ്ഞപ്പോ അവനെ അപ്പം തന്നെ ശിക്ഷിക്കണമെന്നൊക്കെ ഉണ്ടായി. പക്ഷെ ഒന്നും ചെയ്തില്ല. അവൻ വേറൊരു ദേശത്തേക്ക് പോയി. അബ്ശാലോം വേറൊരു ദേശത്തേക്ക് പോയിരിക്കുക. അവനെ കൊണ്ടുവരാൻ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം. കാരണം അബ്ശാലോം എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട മകനാണ്. അവനെ ഒന്ന് കൊണ്ടുവരാൻ. പക്ഷെ കൊണ്ടുവരാൻ നിർത്തിയില്ല. അബ്ശാലോമിനെ ഒന്ന് കണ്ടൊന്ന് ചുംബിച്ച് നീ ചെയ്ത് തെറ്റായിപ്പോയി അവനൊന്ന് ക്ഷമിച്ചൊന്ന് ക്രമീകരിക്കണമെന്നുണ്ട്. പക്ഷേ കൊണ്ടുവരാൻ നിർത്തിയില്ല. എന്താ കൊണ്ടുവന്ന നാട്ടുകാർ കൂടും, പരീക്ഷന്മാരും പ്രമാണികളും എല്ലാവരും കൂടും. കൂടിയതിനു ശേഷം പറഞ്ഞ് ജീവന് പകരം സഹോദരനെ കൊന്നവൻ എത്ര തന്നെ അവനെ കൊല്ലണം. അപ്പൊ അത് പേടിച്ചിട്ട് കൊണ്ടുവരാൻ പാടില്ല. അപ്പോ പക്ഷെ ഇതെനിക്ക് മോനെ കാണാഞ്ഞിട്ട് ഒരു സുഖമില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു കാര്യങ്ങളൊക്കെ ഇത് മുഴുവൻ ഒരാൾ കണ്ടോണ്ട് നിൽക്കുക. യോവാബ് കണ്ടോണ്ട് നിൽക്കുക. ഇവന്റെ ഈ കാര്യത്തില് ഇവന്റെ അകത്തിരിക്കൊന്ന് പുറത്തു കൊണ്ടുവരണം. ഒരു സ്ത്രീയെ വിളിച്ചതിന് ശേഷം അവളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം രാജാവിന്റെ ഇടയ്ക്ക് ചെന്നേച്ച് നീ ഇന്ന വിധം പറയണം എന്ന് പറഞ്ഞു. അവള് എന്ന് രാജാവിന് മുമ്പാകെ വീണ് രാജാവെ രക്ഷിക്കണമെന്ന്. രാജാവ് പറഞ്ഞു, എന്നെ വെച്ച് എന്ത് സംഭവിച്ചു? എനിക്ക് 2 ആമക്കളാണ്, 2 ആൺകുട്ടികളാണ്. അതിന് വയലിൽ വെച്ച് പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നപ്പോ തമ്മിൽ വഴക്കുണ്ടാക്കി. കൈപ്പശയിൽ ഒരുവനെ കൊന്നു, അടിച്ചു കൊന്നു. അയ്യോ, ഒരു മകനെ കൊന്നു, ഒരു സഹോദരനെ കൊന്നു. എന്നിട്ട് തിരിച്ചു വന്ന് മകനെയൊക്കെ കാലം കഴിഞ്ഞല്ലോ. ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കൂടിയിരിക്കുക. ആ ജീവിച്ചിരിക്കുന്ന ഒരു മകനുള്ള നമുക്ക് ആകെ 2 മകനുള്ളൂ. ഒരെണ്ണം മരിച്ചുപോയി. ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അവനെ ഞങ്ങൾക്ക് തരണം. എന്തിനു വേണ്ടിയിട്ട്? അവനെ കൊല്ലണം. കാരണം സഹോദരനെ കൊന്നവനാ. ഇസ്രായേലിലെ പ്രമാണം അനുസരിച്ച് ജീവന് വേറും ജീവനാ. അങ്ങനെ എന്റെ അവസാന പ്രതീക്ഷയും പോകാൻ പോവാണ്. ജനം എല്ലാവരും കൂടെ കൂടി അവനെ കൊല്ലാൻ പോവാണ്. ദാവീദ് നോക്കിയപ്പോൾ ഇത് നല്ല അവസരമാണ്. എന്താ, താനും ഇതേ സങ്കടത്തിലാണ്. ഇതേപോലെ ഒരു സങ്കടത്തിലാണ് താനും. ദാവീദ് പറഞ്ഞു, തെക്കോക്കാരത്തോട് പറഞ്ഞ് നീ പൊക്കോ, നിന്റെ പേർക്ക് ഞാൻ കൽപ്പന കൊടുത്തേക്കാം. എന്തെന്ന് കൽപ്പന? അവനാരും തുടരുതെന്ന്. അവള് പറഞ്ഞ് അവരെല്ലാവരും കൂടെ വന്ന് കൊല്ലും. രാജാവ് ഒരു ഉറപ്പ് തന്നെ, ഇല്ല കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്, അവനെ ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ അവളുടെ ഭാവം മാറി. അവള് ചോദിച്ചപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രാജാവ് പറഞ്ഞ വാക്ക് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞ ഉറപ്പ് ശരിയാണെങ്കിൽ രാജാവിന്റെ മകൻ അബ്ശാലോമിനെ കൊണ്ടുവന്നപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. കുടുങ്ങിപ്പോയി. രാജാവ് തോൽവി സമ്മതിച്ചു. കാരണം
മറച്ചു വയ്ക്കുന്നത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനറിയാം. ഏത് മനുഷ്യനും നിന്റെ പക കപടം കൊണ്ട് മറച്ചാലും അത് വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ട് ഒരാളെ രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോ ദൈവം ആത്യന്തികമായി നോക്കുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്നവൻ നാക്കെടുത്ത നാളെ പറയുള്ളൂ, അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെയാ. ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയാണ്. അവൻ തീർന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ്. തെറ്റൊന്നും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ദൈവം ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം, ഏത് ദിവസം? ഒരു ദിവസമുണ്ട്. ആ ദിവസം അവൻ ആരായിരിക്കും? സാക്ഷാൽ ഇസ്രായേലിനായിരിക്കും. അവനിൽ കപടമുണ്ടാവില്ല. നമ്മുടെ ഓരോരുത്തരെ കുറിച്ചും സർവശക്തനായ ദൈവത്തിന്റെ പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്. അത് നമ്മൾ എത്തേണ്ടുന്ന സ്ഥാനമാണ്. അന്ന് ആ ലക്ഷ്യത്തിലേക്കാണ് കർത്താവ് നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കപടമില്ലാത്തവൻ. അതുകൊണ്ടാണ് കർത്താവ് രക്ഷിക്കാൻ ഇടയായി തീർന്നത്. അല്ലെങ്കിൽ സമ്മതിക്കില്ല. കാരണം കപടം കാണിക്കുന്ന ഒരാളെ രക്ഷിക്കാമെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ കർത്താവിനോടൊപ്പം വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒരാൾ പോലും ഇല്ലാത്ത ഒരു സ്വഭാവക്കാരാണ് കപടക്കാർ. ലോകം മുഴുവൻ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. തങ്ങൾക്കുള്ളതല്ല വെളിപ്പെട്ടു വരുന്നത്. പല തരത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഞാൻ മോശക്കാരനല്ല, ഞാൻ കുറഞ്ഞവനല്ല മുതലായിട്ടുള്ള തന്റെ ഉള്ള അവസ്ഥയല്ല. പിന്നെയോ മുഴുവനും, ഈ ലോകം മുഴുവൻ എന്താ? കപടക്കാരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ ആരുടെ അടുക്കൽ ചെന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടില്ല. ഇത് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരുമ്പോ ദൈവം കാണുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ്. ഇനി രണ്ടാമത്തത്, ഏതെങ്കിലും കാരണവശാൽ അവനൊരു വീഴ്ചയിലേക്ക് വന്നു. വിളിച്ചപ്പോ കർത്താവ് ഈ ഉദ്ദേശത്തിലേക്ക് വിളിച്ചു. കർത്താവ് പറഞ്ഞ ന്യായം നമ്മൾ ഓർത്തുകൊള്ളണം. 63:8 അവർ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരായി തീർന്നു? രക്ഷിതാവായി തീർന്നു. അതായത് അവൻ രക്ഷയിലേക്ക് വന്ന വഴിയാ പറഞ്ഞു. രണ്ടാമത്തതാണ്, ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. അവർ നേര് സംസാരിച്ചില്ല. ഒരു കാര്യം ചെയ്താൽ മതി. ദൈവം ഒരു മനുഷ്യനെ, അവൻ തെറ്റ് ചെയ്തതിന് ഇനി അത് കൊലപാതകനാകട്ടെ, ആ കൊലപാതകത്തിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുന്നവനല്ല ദൈവം. അവനൊരു സാധ്യത അവസാനം കർത്താവ് കൊടുക്കും. അവസാനം വചനം പറയുന്നത്, അവൻ ഇത്രയെല്ലാം ചെയ്തു എങ്കിലും അവർ അവനോട് കപടം സംസാരിക്കും. അതോടുകൂടി അപ്പുറത്ത് മാറി വേറൊരു ശക്തിയുണ്ട് അവിടെ. ദൈവം രക്ഷിക്കാനായിട്ട് വരുക. വീഴ്ച വന്നവനാ, താഴ്ച വന്നവനാ. ദൈവം രക്ഷിക്കാനായിട്ട് വരുക. ദൈവം രക്ഷിക്കാനായിട്ട് വരുമ്പോ അവിടെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, അവൻ കപടമില്ലാത്തവനാണെങ്കിൽ രക്ഷിക്കാം, കപടം വെച്ചുകൊണ്ട് രക്ഷിക്കില്ല. അവിടെ വന്ന് വരികയാണ്. ഏറ്റവും അവസാനത്തെ സാധ്യതയാണ്. ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ അവിടെ ഉണ്ട്. ആ സമയത്ത് സഫീര വരികയാണ്. അവളോട് ചോദിച്ചു, ഇത്രയ്ക്ക് തന്നെയാണോ നിലം വിറ്റത്? ഒരു സാധ്യതയാണ്. ഒന്നും പറയണ്ട. താന്റെ ദാസനെ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബലഹീന നിമിഷത്തിൽ ഞങ്ങൾ കർത്താവിനെ ഒളിച്ചു തന്നെ കുറച്ച് പൈസ മാറ്റിവെച്ച്, കുറച്ച് സമ്പത്ത് മാറ്റിവെച്ച്, തെറ്റായിപ്പോയി. ഒരു വാക്ക് പറഞ്ഞാൽ മതി, രക്ഷയാ. അതാ കർത്താവ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? ശ്രദ്ധ വെച്ച് കേട്ടു. എന്തിനു വേണ്ടിട്ടാ കർത്താവ് ശ്രദ്ധ വയ്ക്കുന്നേ? ശ്രദ്ധ വെച്ച് കേട്ടു. അവർ നേര് സംസാരിച്ചില്ല. രക്ഷിക്കാനായിട്ട്
രക്ഷിക്കാനായിട്ട്, വിടുതലിനായിട്ട് കർത്താവ് വന്ന് ഇവനെ ഏത് വിധത്തിലും രക്ഷിക്കാൻ കർത്താവ് സന്നദ്ധനാണ്, മനസ്സുള്ളവനാണ്. ഒറ്റ കാര്യം മാത്രം, പാപത്തിന്റെ ആഴമല്ല കണക്കൂട്ടേണ്ടത്. ഞാൻ ഇത്രമാത്രം ദോഷം ചെയ്തു പോയി അല്ലെങ്കിൽ ഇത്രമാത്രം ചെയ്തു എന്നുള്ളതല്ല, പിന്നെയോ ആ നിമിഷവും കപടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പൊ കരം പിടിക്കാൻ കർത്താവ് തയ്യാറാണ്. ആ സമയത്ത് കരം പിടിക്കാൻ തയ്യാറാണ്. അവസാനത്തെ സാധ്യതയാണ്. അത് മറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവം സമ്മതിക്കോ? സമ്മതിക്കില്ല. അവൾ പറയുക ഇത്രയ്ക്ക് തന്നെ. കർത്താവ് പറഞ്ഞെന്താ? ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. എന്ത് സംസാരിച്ചില്ല? നേരെ സംസാരിച്ചു. കപടമാണോ ഇത്? അതിന് വരുന്നത് കപടമാണ്. അന്തർഭാഗത്തില് സത്യമുണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് വരും. ഉള്ളിലിരിക്കുന്ന കപടമാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് ദാവീദിന്റെ അടുത്ത് വന്നിരിക്കുക. അവസാനത്തെ സാധ്യതയാണ്. കൊലപാതകനാണ്. ന്യായപ്രമാണം അനുസരിച്ച് ദാവീദിനെ കൊല്ലേണ്ടതാണ്. കൊല്ലുകയും ചെയ്യും. കാരണം 50-ാം സങ്കീർത്തനം പറയുന്നത് എന്താ? നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ദാവീദിന്റെ അസ്ഥി ഓടിക്കാൻ കൽപ്പനയായി കിടക്കുക. ദാവീദ് മരിക്കാൻ തന്നെ, ദാവീദ് മരണയോഗ്യനാണ്. കൊല്ലാൻ തന്നെ മരണവിധി തന്നെ വരാൻ പോവാ. പക്ഷെ കർത്താവ് വന്ന് കർത്താവിന്റെ ദാസനെ അയച്ച് കർത്താവിന്റെ ദാസൻ ആ വാക്കുകൾ പറഞ്ഞപ്പോ കർത്താവ് എന്ത് ചെയ്തോണ്ടിരിക്കുക? ഉടയവൻ ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ്. തെറ്റെത്രയാകട്ടെ, കൊലപാതകം എത്രയാവട്ടെ, ഏത് മ്ലേച്ഛമായ പാപം ചെയ്താനാകട്ടെ, ഉടയവൻ എങ്ങനെയെന്നറിയോ? ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ്. എന്തുവേണ്ടി? നേര് എന്ന് പറയുന്ന സത്യം. അന്തർഭാഗത്ത് എന്തുണ്ടോന്നും സത്യമുണ്ടോന്നും അവന്റെ വാഗോട്ട് പറയുകയാണ്. അതാര് ചെയ്താലും ചെറിയവനാകട്ടെ വലിയവനാകട്ടെ ആരാകട്ടെ, അത് ചെയ്തവൻ ആരാണ്? മരണയോഗ്യനാണ്. ശ്രദ്ധിച്ചവൻ, ചെവി ചായ്ച്ചവൻ, ശ്രദ്ധ വെച്ച് കേട്ടവൻ പറയുകയാണ് നീ മരിക്കില്ല. സ്വർഗത്തിന്റെ സന്തോഷം നോക്കണം. സ്വർഗത്തിന്റെ സന്തോഷം രക്ഷിച്ച ഒരൊറ്റ വാക്ക്, കപടമില്ലാത്ത വാക്ക്, നേരുള്ളൊരു വാക്ക്. നീ മരിക്കുകയില്ല. മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചത്. ഞാൻ ചെയ്ത തെറ്റിന് എന്തെല്ലാം ചെയ്തു, ഞാൻ എൻ്റെ തെറ്റിന് എന്തൊക്കെ ചെയ്യണം, ഞാൻ 1000 യാഗത്തോടുകൂടി വരണമോ, 1000 തൈല നദിയോടുകൂടി വരണമോ, എൻ്റെ ആ ഏകജാതനെ, ഒരു മകനുള്ളതിനെ ഞാൻ യാഗം കഴിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോ കർത്താവിന്റെ വചനം പറയുന്ന വാക്കെന്നാ? മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇത്രയും കാലമായില്ലേ കർത്താവിനെ അറിഞ്ഞിട്ട്? കർത്താവ് ഇത്രയും കാലം കാണിച്ചത് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലതെന്തെന്ന് തിരഞ്ഞെടുക്കാമായിരുന്നു. ഇതിനും അപ്പുറം നന്മയില്ല. ഏത്? അവന്റെ സ്വഭാവം നേരെ, കപടമില്ലായ്മ, അത് പ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ആ നേരുള്ള ഒരു കൂട്ടം മനുഷ്യ സമൂഹത്തിൽ ദൈവം സഭയായി കൂട്ടുവരുത്തിക്കൊണ്ടിരിക്കുക. അവരെ തെരഞ്ഞെടുക്കുന്ന കാലമാണ്, അവരെ കൂട്ടുവരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിളിക്കുമ്പോൾ അവർക്ക് ഈ അടിസ്ഥാന സ്വഭാവം ദൈവം കണ്ടിരിക്കണം. രണ്ടാമത്, വീഴ്ച വന്നാൽ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ. ചിലര് ഇത് മരണയോഗ്യനായിട്ട് നിഷ്കളങ്കനായ നീതിമാനായ ഒരു മനുഷ്യനെ കൊന്ന് അവന്റെ ഭാര്യയെ എടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇത്ര പോലും പാപം ചെയ്യാത്ത പലരും വീഴ്ചയിലായിട്ട് അവരെ എഴുന്നേൽപ്പിക്കുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല.
എത്രയായാലും ഒരുവൻ വീണാൽ എഴുന്നേൽക്കില്ലയോ? കർത്താവ് തന്നെ ചോദിച്ചു, ഒരുവൻ വീണാൽ എഴുന്നേൽക്കില്ലയോ? എഴുന്നേൽക്കില്ലേ? ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ ശക്തിയേറിയ പരിശ്രമങ്ങൾ മതിയാകുമോ? മതിയാവില്ല, മതിയാവില്ല. എത്ര ശ്രമിച്ചാലും ഈ കുഴിയിൽ നിന്ന് കയറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. ഒറ്റ കാര്യമുണ്ട്, കുഴിയിൽ നിന്ന് കയറ്റുന്ന ഒരുവനുണ്ട്. കപടമില്ലായ്മ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ കുഴിയിൽ നിന്ന് കയറ്റുവാൻ അവൻ ശക്തനാണ്, അവൻ മനസ്സുള്ളവനാണ്. അതിനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത്. തിരയുന്നത് എന്താ? നേര്. അവനെ ആരും പഠിപ്പിക്കണ്ട. പാപബോധം വരുമ്പോ എന്ത് ചെയ്യണമെന്ന് എന്റെ സ്വത്തിൽ പകുതി കൈക്കൂലി കൊടുക്കണമെന്നല്ല, പകുതി ദരിദ്രർക്ക് ഞാൻ ദാനം ചെയ്യുക. ആരോടെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി പകരം കൊടുക്കുക. നീതിയുള്ള ഹൃദയം, നേരുള്ള ഹൃദയം. അവനെ ന്യായവും നീതി ആരും പഠിപ്പിക്കണ്ട. അവനെന്ത് ചെയ്യണമെന്നുള്ളത് അവന്റെ ഹൃദയത്തിലുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അവൻ പാപം ചെയ്തിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തെന്ന് അവനറിയാം. കാരണം അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിർണയിച്ചിട്ടുള്ളവനാണ്, ദൈവം മുൻകണ്ടിട്ടുള്ളവനാണ്. അവന്റെ ഹൃദയത്തിലുണ്ട്, അന്തർഭാഗത്തിൽ അവന് സത്യമുണ്ട്. അവൻ പറയുകയാണ്, ആരോടെങ്കിലും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ പകരം കൊടുക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് അവനെ രക്ഷയിലേക്ക് വിളിച്ചു. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നു. വീണ് മരണത്തിൽ നിന്നൊക്കെ പാപം ചെയ്തതുകൊണ്ട് പറയുകയാണ്, നീ മരിക്കില്ല. മാത്രമല്ല നിന്റെ സന്തതിയായിട്ട് ആരാ വരാൻ പോവുക? മശിഹ ജനിക്കാൻ തക്കവണ്ണം നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചുകൊള്ളുക, ഏതവസ്ഥയിലും മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം. കർത്താവിന് സ്തോത്രം. ഏത് നിലയിലേക്ക് ഒരു കപടമില്ലാത്തവനെ അല്ലെങ്കിൽ നേരുള്ളവനെ കൊണ്ടുവരാൻ സാധിക്കും? എവിടെ നോക്കിയാലും ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ കാണുന്ന സാർവത്രികമായ സ്വഭാവം, അതിനെ വിട്ട് ദൈവത്തിന്റെ മുമ്പാകെ നേരുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ, നേരുള്ള ഒരു സ്വഭാവമുണ്ടെങ്കിൽ, നേരുള്ളൊരു വാക്ക് അതരത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ ദൈവം, ഒരു നന്മയ്ക്കും എത്ര കഷ്ടപ്പാടായിക്കോട്ടെ വചനം പറയുന്നതെന്ന് അറിയാവോ? വചനം പറയുന്നത് നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. സകലതും പ്രതികൂലമെന്ന് കണ്ടെന്നിരിക്കട്ടെ, സകലതും പ്രതികൂലമാണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ലെന്നിരിക്കട്ടെ, എങ്കിലും ഞാൻ എൻ്റെ നിഷ്കളങ്കത വിടുകയില്ല എന്ന് യോബ് തീരുമാനിച്ചതുപോലെ നേരുള്ളൊരു ജീവിതം അതിനെ മുറുകെ പിടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വചനം പറയുന്നത് സമ്മതിക്കില്ല, ദൈവം സമ്മതിക്കില്ല. കാരണം അവന് വരുന്ന പീഡ തനിക്ക് വരുന്നത് പോലെയാണ്. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു, നിന്നോട് വ്യവഹരിക്കുന്നവൻ എന്നോട് വ്യവഹരിക്കുന്നു. അതാണ് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്നോട് പോരാടുന്നവൻ ദൈവത്തോട് പോരാടുന്നു എന്ന് വരും. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ മനുഷ്യവംശത്തിനുള്ള സാർവത്രികമായിട്ടുള്ള ആ ദിവ്യ സ്വഭാവത്തെ മുറുകെ പിടിപ്പാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലുള്ളതുപോലെ കപടമില്ലാത്ത പ്രാർത്ഥന, കപടമില്ലാത്ത ഉത്തരം, കപടമില്ലാത്ത ഹൃദയാവസ്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രാപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയം നമുക്കൊരു വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട്. തക്ക സമയമുണ്ട്, ആ സമയത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. ആ എഴുന്നേൽപ്പിക്കുന്ന അനുഭവം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഉടുവിട്ടോടുവിൽ ഞാനൻ ജയഗീതമേ ഞാൻ
ആടുകളേറ്റവനായി പാടിയിടും ജയഗീതമേ ഞാൻ ആടുകളേറ്റവനായി ലോകമെനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ പാതെ നോക്കി ലോകമെനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ പാതെ നോക്കി ഏകുന്നു സമസ്തവും ഞാനെന്റെ ഏകനാഥനെ നിനക്കായി